മുതലാളി ഞാനാണ് കേട്ടോ വമ്പത്തരത്തിന് നിൽക്കണ്ട കേട്ടോ വെല്ലോണ്ടി നെല്ലുമെന്നോ. ഹലോ ഗൈസ്, എല്ലാവർക്കും ആസ്ട്രോ വേഴ്സ് ക്രൂലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി ബംബ്ലോസ്കി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളിന്ന് CPM പാർട്ട് 2 വന്നിരിക്കുന്നത്. CPM പാർട്ട് 1 കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. ഇത് നമ്മൾ സീരീസ് ആയിട്ട് കൊണ്ടെടുക്കാനാണ് നമ്മളെ പ്ലാൻ. അപ്പം നമ്മൾ CT1 എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. പിന്നെ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും ഓരോ വണ്ടി പ്രാന്തന്മാർ. ഓൽക്കും നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഗൈസ്. പിന്നെ നമ്മളിന്ന് നമ്മളെ ക്രൂ മെമ്പറായിട്ടുള്ള ഇർഷാദിൻ്റെ ഒപ്പമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇതാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന എൻ്റെ വണ്ടി. അപ്പോൾ ഏകദേശം കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിരിക്കുന്നു. കുറച്ച് താത്തും കുറക്കൊക്കെ ചെയ്ത് സൺറൂഫൊക്കെ കയറ്റി കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് കുട്ടപ്പനാക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ വണ്ടിയായിട്ടാണ് നമ്മളിന്ന് CT1 ഒന്ന് കറങ്ങി കാണാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി നമ്മളിന്ന് കുറച്ച് സിറ്റിയിൽ കുറച്ച് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് അടിപൊളി സംഭവങ്ങൾ ഈ സിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ അതേ ഫ്രണ്ട് ഇന്ന് നമ്മളൊപ്പം കളിക്കാനുണ്ട്. അപ്പോൾ ഓൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം ഗൈസ്. ഹലോ ഗൈസ്, ഓൻ്റെ വണ്ടി ഇവിടെ ആയിട്ട് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വിടാം. വണ്ടി മാത്രമേ ഉള്ളൂ, ചെറുക്കനെ കാണാനില്ല. സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്. വണ്ടി ഇവിടെ ഉണ്ട്. അറബിയൊക്കെ വന്നിട്ട് അറബി അല്ല എനിക്ക് ചിക്കൻ അല്ല, ഞാൻ മട്ടൻ വേറെ വെച്ചാൽ ഇങ്ങോട്ട് വാ. നമ്മടെ കട പേര് പൈസ ഒക്കെ ഓൻ്റെ പേരിൽ എഴുതിച്ചോളി. ഇപ്പൊ വരാം ഗൈസ്. നമ്മുടെ ചെറുക്കൻ നമുക്ക് നല്ലൊരു മുട്ടൻ പണിയാണ് തന്നിരിക്കുന്നത്. ഇവിടെ കണ്ണി കണ്ട പെമ്പിള്ളാരൊപ്പം കളിച്ച് നമുക്ക് ഇല്ല പണിയൊക്കെ ഉണ്ടാക്കിയാണ് ഗൈസ്. എനിക്ക് ഞാൻ തരുന്നുണ്ട് ഒരു ദിവസം. ഇതല്ല എൻ്റെ വണ്ടി, ഇത് പണിതോന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ അത് മോഡിഫിക്കേഷൻ ചെയ്തൊന്നും അറിഞ്ഞില്ല. നമ്മളെ അണ്ണന്റെ കടയല്ലേ. സൺറൂഫ് ഉണ്ടോ ബാക്കിൽ ഒരാൾക്ക് മുമ്പിൽ ഒരാൾക്കും? അടി ഡബിൾ സൺറൂഫ് അല്ലേ? ബെഞ്ചിൽ കണ്ടിട്ടില്ലേ, ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളതിൽ ഗ്യാപ്പൊക്കെ ഉണ്ട്. ഏതാ സൺറൂഫ്? അപ്പം നമുക്ക് ടൈം അല്ലാതെ കൂടിയല്ലേ? അല്ല, എൻ്റെ വണ്ടി പോവൂല. എൻ്റെ വണ്ടിയിൽ ഇഞ്ചിനിൽ ഓയിലില്ല. ഇഞ്ചിനിൽ ഓയിലില്ല? അതുണ്ടോ വണ്ടി ഓട്ടാൻ പിന്നെ കള്ളവരാ. എൻ്റെ എഞ്ചിനൊക്കെ നോക്കാം, പക്കാ പുതുസാണ്. പക്ഷെ പെട്രോൾ ആകെ 50 ഉറുപ്പ്യൊക്കെ അടിച്ചിട്ടുള്ളൂ. അതിൻ്റെ നാണം കെടുത്തല ചെറുക്ക. വ്ളോഗ് എടുക്കുന്ന വണ്ടിയില്ലേ? സോറി, വ്ളോഗ് എടുക്കുന്നുണ്ടോ? അത് അതേ പറയണ്ടെന്നാ കുറച്ച് സ്റ്റാൻഡപ്പ് റെഡിയിലും വന്നുകൊണ്ടിരുന്നു ഞാൻ. ഇതാണ് എൻ്റെ വണ്ടി. ഫാൻഡല്ല, എൻ്റെ പൊട്ടാത് ഫിയറ്റാണ്. എനിക്ക് വായിച്ചാലും അറിയില്ല. വായിച്ചാലേ ഞാൻ പെട്ടെന്നൊരു ഫാൻ സോഡ കുടിച്ച തരിപ്പിൽ ഫാൻഡാന്ന് വന്നതാണ്. ശരി, ടൈം അല്ലാതെ നമുക്ക് സ്ഥലം വിടാം. ഏത് സ്ഥലത്തേക്കാണ് പോകണ്ടെന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് റെഡി ആക്കി. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു തരൂലേ? എൻ്റെ വണ്ടി ഞാൻ മൂല എനിക്ക് എല്ലാം അടിച്ചു തരുന്നുണ്ട്. വാ. ചെറുതായിട്ട് ബാക്കിൽ സബ്വൂഫർ ഓടുന്നോ നോക്കാം. അത് ബാക്കിൽ കയറിയത് എന്നാലും അറബിക്ക് പോയല്ലേ. അപ്പോൾ ഗൈസ് നമ്മളെ ഫ്രണ്ടിനൊക്കെ മീറ്റ് ചെയ്തു. കുറച്ച് ശോക പരിപാടിയാണ് കാട്ടിയത്. അപ്പോൾ സാരല്ല, നമുക്ക് ഓനായിട്ട് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് വിടാം. ഹലോ ഗൈസ്, ചെറിയൊരു ലാഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പോൾ അതിൻ്റെ കുറച്ച് കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് വരെയൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല ഗൈസ്, നിങ്ങൾക്ക് തോന്നും ഞാൻ ആ വണ്ടിയിൽ ഈ വണ്ടി കേൾക്കണം ഗൈസ്. ഇതിൽ ഒരു സ്പീക്കറാണ് കണക്ട് ചെയ്തത്. ഈ വണ്ടി കേൾക്കണത് ആ വണ്ടി കേൾക്കും. അതിൻ്റെ ലിങ്ക് നമ്മൾ ബയോയിൽ കൊടുത്തേക്കും ഗൈസ്.
മുകളിൽ കൊടുത്തിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട അതിൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. ഗൈസ് എൻ്റെ അപരാധ പാട്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ചൂട് പൊത്തിയിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ റോട്ടൊക്കെ പിടിച്ച് ഉണ്ടാതിരിക്കടാ. അവിടെ ചെറുതായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടുന്ന് ഞങ്ങൾക്ക് നേരെ ചോദിച്ചു നോക്കാം. ഇവിടെ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം എത്ര രൂപ 12 നൽകിയിട്ടുള്ളൂ. അനക്കെല്ലാം പറഞ്ഞ് പെട്രോൾ അടിച്ചണമെന്ന് 100 റുപ്യ കൊടുത്തിങ്ങനെ പോയി പെട്രോൾ അടിച്ചോ, ധൈര്യത്തിലടിച്ചോ. ഗൈസ് അതൊന്നല്ല, നമ്മുടെ ലിപ്പ് ഞാൻ കാണിച്ചു തരാം. നല്ല താത്തിയിട്ടാണ് നമ്മളെ വണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ അവിടെ തട്ടാണ്, വണ്ടി കയറുന്നില്ല. നല്ല താത്തിയോണ്ട് വണ്ടി അത് കൂടെ കയറില്ല. അതാണൊരു സിഗ്നൽ. 38 ലിറ്റർ അടിച്ചു. ഗൈസ് ഒന്നുമില്ല ഗൈസ്, ഓനക്ക് കുറച്ച് അന്തം കമ്മിയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ വർക്ക്ഷോപ്പ് ഇല്ലടാ, ഇവിടെ ഇല്ല. നമുക്കപ്പോൾ കുറച്ചും കൂടി അപ്പുറത്തേക്കൊന്ന് പോയാൽ ഇവിടെ നമ്മൾ ടണലുണ്ട്, ടണൽ വഴി പിടിച്ചു പടച്ചുട്ടോ. ടണലൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് ഇങ്ങനെ എത്തി. അപ്പം നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടു. ഇവിടുത്തെ ഒരു ചങ്ങാൻ്റെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ്, നല്ല ടൂറിസ്റ്റിന് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അടുത്ത പാർട്ടിൽ നമുക്കത് ചെയ്യാനാണ്. അപ്പോൾ വീഡിയോ ഒരു കുറച്ച് ആയതുകൊണ്ട്, വളരെ ലെങ്ത്തൊന്നല്ല, നമ്മുടെ ഷോർട്ട് വീഡിയോസാണ് ഇടൽ. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഡെസ്റ്റിനേഷനിലും ഇവിടെ പോയിട്ട് അവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. എന്താ വണ്ടി കയറാ, നമുക്കൊരു വേറെ സ്ഥലം വരെ പോകുന്നുണ്ട്. ഗൈസ് നല്ല ലാഗ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം, നമ്മളിപ്പോൾ ഈ ചെറിയ സെറ്റപ്പൊക്കെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ലാഗ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പുതിയ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ടവറുണ്ട്. അപ്പോൾ ഈ ടവറൊക്കെ കണ്ട് നമ്മളെ 2 വണ്ടികളും 2 കുട്ടപ്പൻസ് ഇവിടെ ഉണ്ട്. അത് പറ്റി, അതിപ്പോ കഴിഞ്ഞ വട്ടം വന്നപ്പോ എന്റെ വണ്ടിയുടെ പമ്പറിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു. പണിതിറക്കി സ്വിഫ്റ്റ്മാരുണ്ട് ഇപ്പൊ പെട്ടെന്ന് കാണുമ്പോ. നോക്കാം സ്വിഫ്റ്റ് തന്നെ. അത് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഒരു സ്പെയർ പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായില്ലേ, കുറച്ചപ്പുറത്ത് പോയിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഫ്രണ്ട് വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് എവിടെയോ എനിക്ക് ആക്സിഡൻ്റ് ആയിന്നാണ്. ഞങ്ങളിങ്ങനെ ഔട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് പോയിരുന്നു. അപ്പോൾ വേറെ സ്ഥലം നോക്കി പോകണ നേരത്ത് പോകാൻ എവിടെയോ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ച് കയറ്റിയെന്ന് പറഞ്ഞ്. പക്ഷെ നല്ലതിൽ ഇങ്ങനത്തെ കുറച്ച് കയപ്പ് സൂക്കടില്ലതാണ്. അതുകൊണ്ട് നമുക്ക് ഫോണിൻ്റെ അടുത്തൊക്കെ പോയോക്കാം. അപ്പോൾ ഫോണിവിടെ എടുത്ത് എവിടെയോ ആയിട്ടാണ് ഇടിച്ച് വെക്കണതെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊണ്ട് നമുക്കെന്തായാലും ആ സ്ഥലം എത്തിയിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി നേരെ കൊണ്ട് ബസ് സ്റ്റോപ്പ് അടിച്ച് കയറ്റിയിരിക്കുകയാണ് ഗൈസ്. എന്താണ് ഇവൻ്റെ ഒക്കെ വിചാരം? എന്താ കിട്ടുക എവിടെ കിട്ടിച്ച് വണ്ടി കിട്ടി? കണ്ണിൻ്റെ എനിക്ക് കണ്ണുമ്പോൾ വേറെ നേരൊന്നും കിട്ടിയില്ല. അത് മാത്രല്ല, വണ്ടി പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുന്ന പറയുന്നത്. എന്തിനു? കാരണം ഒരു ആൾക്ക് അപകടം പറ്റി, ടയർ കാലിന് തട്ടി, ചെറുതായിട്ട് തട്ടിയിട്ടുള്ളൂ. പക്ഷെ മൂപ്പര് അലറാണ്.
ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ കേസുമായിട്ട് നടക്കണം. എനിക്ക് വേറെ പണി വെച്ചെടുക്കാൻ ഇത് വണ്ടി തൊട്ടാ നോക്കിക്കോ. വണ്ടി പുറത്തിടാന്ന് ഒരു പറയുന്നത് എന്നാൽ എങ്ങനെയും പുറത്തേക്കിടാൻ പറ്റണ്ടോ നോക്കി. കേറാൻ അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടികളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതൊന്ന് നോക്കിയിട്ട് പറയാം ഗൈസ്. ഹലോ ഗൈസ്, എത്ര ശ്രമിച്ചിട്ടും വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റണില്ല. അപ്പം ഞങ്ങൾ ഏകദേശം പറഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് ചെറിയ അപകടമുള്ളൂ. അപ്പോൾ അയാൾക്ക് ക്യാഷ് കൊടുത്തിക്കണ് അയാളെ ചിലവിനുള്ളത്. അപ്പോൾ പോലീസ് പറഞ്ഞത് ഇത് വണ്ടി പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിടുന്നാണ്. അപ്പോൾ എന്താ കാട്ടണമെന്ന് അറിയുന്നില്ല ഗൈസ്. എൻ്റെ കയ്യിലൊക്കെ വണ്ടി കൊടുത്താൽ ഇതായിക്കരം ഗൈസ് അവസ്ഥ. എന്താണ് നാളെ ഡ്രൈവ് പോവാ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആകെ ശോകാവസ്ഥയാണ് ഗൈസ്. അപ്പം ഇനി വണ്ടി എടുക്കാൻ നാളെ എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാളെ സോൾവ് ആക്കിയിട്ട് നമുക്ക് ഭാഗ്യം ഈ നാളെ ഈ വണ്ടി നമ്മളെ കയ്യിൽ കാണാം ഗൈസ്. എന്താ കാട്ടേണ്ടതെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഫോർ നെക്സ്റ്റ് അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺ ഗൈസ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ വണ്ടി ഞങ്ങൾക്ക് തുടരുത് എന്നാണ് പറഞ്ഞു. ഓലിപ്പോൾ വന്നിട്ട് കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമത്തെ പോലീസ് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ ബാക്കി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന വീഡിയോസും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കി നാളത്തെ വീഡിയോയിൽ വരുന്നതൊക്കെയാണ്. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് ഗൈസ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് യുവർ ആസ്ട്രോ വേഴ്സ് ക്രൂ signing off. Bye bye.